സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. സാഹിത്യസ്നേഹികളായ മലയാളികളുടെ മനസ്സിൽ മിത്തിക്കൽ നായകന്മാരുടെ കരുത്തോടെ ജീവിക്കുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട്. സൂര്യ നമ്പൂതിരിപ്പാടും ഇന്ദുലേഖയും ഹരി പഞ്ചാനനും മണ്ടൻ മുത്തപ്പയും ആനവാരി രാമൻ നായരും പരീക്കുട്ടിയും കറുത്തമ്മയും മോമഞ്ചിയും അപ്പുക്കിളയും കുഞ്ഞാമിനെയും ഘണ്ഠാകർണനെയും നാറാണത്ത് ഭ്രാന്തനെയും പെരുന്തച്ഛനെയും പോലെ അവരെ അബോധത്തിലും ഉണർത്തി നിർത്തുന്നു. സ്വപ്നത്തിൽ വായനക്കാർ അവരെ പലപ്പോഴും നേർക്കുനേർ കാണുന്നുമുണ്ട്. വേറിട്ട കാഴ്ചകളുടെ ഈ ലക്കത്തിലെ അതിഥി ചിത്രകാരനും ശില്പിയും അധ്യാപകനുമായ കെ സുധീഷ് തെരുവിന്റെ കഥയും ദേശത്തിന്റെ കഥയും നാടൻ പ്രേമവും വിഷകന്യയും എഴുതിയ എസ്.കെ. പൊറ്റക്കാടിന്റെ കഥാപാത്രങ്ങളെ ശില്പരൂപത്തിൽ അനശ്വരമാക്കുന്നതിന്റെ തിരക്കിലാണ്. ഇത് ശരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു ജനകീയാസൂത്രണ ഫണ്ടിലാണ് ഈ ശില്പങ്ങൾ ഉണ്ടാകുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ഫണ്ട് എസ്.കെ. പൊറ്റക്കാടിന് സാംസ്കാരിക കേന്ദ്രത്തിൽ ശില്പോദ്യാനം ഉണ്ടാക്കാൻ വേണ്ടി നീക്കി വെക്കുകയും അങ്ങനെ അത് എൻ്റെ ചുമതലയിൽ വരികയാണ് ചെയ്തത്. അപ്പം എനിക്ക് ആ നോവൽ വായിച്ചപ്പം എസ്.കെയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയ ചില കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഓമഞ്ചി എന്ന് പറയുന്നത് കോഴിക്കോടുകാരനല്ലെങ്കിലും കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടുകാരനായി മാറിയിട്ടുള്ള കഥാപാത്രമാണ്. അത് മാത്രമല്ല, അത് കോഴിക്കോടിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്നൊരു കഥാപാത്രം ഓമഞ്ചി എന്ന് പറയുന്നത്. അപ്പം കോഴിക്കോടുകാർ വളരെ ആതിഥേയ മര്യാദയുള്ള ആളുകളാണ്. ഇവിടെ വന്നുള്ള ആളുകളൊക്കെ തിരിച്ചു പോക്ക് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് പെട്ടുപോയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഓമഞ്ചി. അതേസമയം സവിശേഷമായുള്ള പല സ്വഭാവ രീതികളിലുള്ള ഒരാളാണ്. നമുക്ക് പെട്ടെന്ന് ഒരാളെ നമ്മൾ ഇന്ന സ്വഭാവം എന്ന് പറയുന്ന ആ രീതിയിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വ്യത്യസ്തമായുള്ള പല വൈരുദ്ധ്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു കഥാപാത്രം. പിന്നെ നമ്മൾ ഈ പ്രകൃതി ഭക്ഷണമൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുന്നേ ഈ ഓമഞ്ചി ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. അയാൾ വേരുകളും ചെടികളും തപ്പി കോഴിക്കോട് മുഴുവൻ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഓമഞ്ചിനെ ഒരു ശില്പമാക്കാനുള്ള തീരുമാനമായത്. പിന്നെ രണ്ടാമത് പെയിൻറ്റർ കുഞ്ഞാപ്പു പറയുന്ന ഈ ശില്പം, ഇതുപോലെ തന്നെ എസ്.കെയുടെ ജ്യേഷ്ഠനാണ് ശരിക്കും കുഞ്ഞാപ്പു. അതും പല രൂപത്തിൽ വരുന്നത്. അപ്പോൾ കോഴിക്കോടുകാരെ ഒരു സ്വഭാവം ശരിക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കോഴിക്കോടുകാർക്ക്. ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ആ ക്യാരക്ടറിനെ പറയാൻ പറ്റില്ല. അയാൾ എല്ലാത്തിനും കൂടെ കൂടും. എല്ലാം ഇയാൾ ഗാന്ധിയനാവുന്നുണ്ട്, മഹാകള്ളൂടിയനാണ്. അതേസമയം തന്നെ ഗാന്ധിയനാവുന്നുണ്ട്, കള്ളുഷാപ്പ് പിക്കറ്റ് ചെയ്യുന്നുണ്ട്, പിക്കറ്റ് ചെയ്തുകൊണ്ട് മദ്യപിക്കുന്നുണ്ട്, പിന്നെ മോഷ്ടാവുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ വരുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട രൂപമാണ് ഈ പെയിൻറ്റർ എന്നുള്ളത്. ഒരാൾ കാശ് കടം കൊടുത്താൽ കാശ് കിട്ടാതെ ആകുമ്പോൾ ആ പെയിൻറ്റും ബക്കറ്റും വീട്ടിൽ കൊണ്ടുവരും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് ഒഴിവുള്ള സമയത്ത് പെയിൻറ്റ് അടിക്കാൻ തുടങ്ങി. ആ പെയിൻറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആലോചിച്ചിട്ട് അടിക്കാൻ തുടങ്ങുന്നു. പിന്നെ വീട്ടിലെ അമ്മി ഉരളി തുടങ്ങിയുള്ള സകല സാധനത്തിന് മുകളിൽ പെയിൻറ്റ് അടിക്കുന്നു. അപ്പോൾ ആ ഒരു സാധനമാണ് ഈ പെയിൻറ്റർ കുഞ്ഞാപ്പ് എന്നുള്ള ശില്പത്തിലാക്കി. ഇത് പക്ഷേ ഈ ഒരു ഭാഗം വെച്ചിട്ട് വിമാനത്തിന് പെയിൻ്റ് അടിക്കുന്ന പോലൊരു രീതിയിലാണ് ആ ശില്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എസ്.കെയുടെ വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ് പിന്നെ നാടൻ പ്രേമം എന്ന് പറയുന്നത് മലയാളത്തിലുണ്ടായുള്ള പ്രണയ കഥകളിൽ വളരെ വ്യത്യസ്തമായുള്ളൊരു കഥയാണ്. അതേസമയം തന്നെ അത് ഒരു ദളിത് പരിപ്രേക്ഷ്യത്തിലുള്ളൊരു കഥയും കൂടിയാണ്. അപ്പം മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പിന്നെ ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് കീഴ്ജാതിയിൽപ്പെട്ട മാളു എന്ന് പറഞ്ഞ കഥാപാത്രം, പിന്നെ അവളെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരാൾ ഇക്കോറിലും ആണ് ഈ ശില്പങ്ങൾ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ മലയാള സാഹിത്യത്തിൽ അതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു തരം പ്രണയവും, പിന്നെ ഒരു സ്ത്രീനെ സംബന്ധിച്ചോളം അവൾ ദളിതാണെങ്കിലും ഭയങ്കര അഭിമാനവും ഭയങ്കര പിന്നെ എന്താ പറയുക, പിന്നെ അവളെ അഭിമാനത്തിന് വേണ്ടി അവൾ പല സുഖസൗകര്യങ്ങളും ത്യജിക്കുകയും അവസാനം ചാടി സൂയിസൈഡൊക്കെ ചെയ്തു. അത് ശരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ഇല്ലായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു കീഴാള സ്ത്രീൻ്റെ അഭിമാനബോധമൊന്നും പ്രണയം ഉണ്ടായിട്ട് പോലും അങ്ങനത്തെ ഒരു അഭിമാനബോധം പ്രണയത്തിന് മുകളിൽ നിൽക്കുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ട് ആ പുസ്തകത്തിലല്ല. അതുകൊണ്ടാണ് മാളുവിനെയും ഇക്കോറിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഏറെക്കുറെ ഈ കഥാപാത്രങ്ങൾ ആ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതും പിന്നെ എൻ്റെ ചുറ്റുപാട് കാണുന്ന ആളുകളൊക്കെ വെച്ചിട്ടാണ് ഈ ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കോഴിക്കോട് വെള്ളിമാട് കുന്നിനടുത്ത് പോലൂർ കോട്ടമ്പ്ര വാസുവിന്റെയും വസന്തയുടെയും മകൻ സുധീഷിന് കല ജീവിതം തന്നെയാണ്. പുഴകളിൽ നിന്ന് മീൻ പിടിക്കലും വയലിൽ കൃഷിയിറക്കലും തെങ്ങിൽ കയറി നാളികേരമിടലും വൻ നഗരങ്ങളിൽ ആർട്ട് ഗാലറികളിൽ ചിത്രപ്രദർശനം സംഘടിപ്പിക്കലും പന്ത് കളിക്കലും വീടുകളിലെ ചുമരിൽ ചായം തേക്കലും സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കലും തുടങ്ങി ജീവിതത്തിൽ അനുദിനം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെയെല്ലാം ഈ ചിത്രകാരൻ കലാപ്രവൃത്തിയായി തന്നെയാണ് കാണുന്നത്. കാൽച്ചുവട്ടിലുള്ള മണ്ണിൽ നിന്നും ചുറ്റുപാടുള്ള മനുഷ്യരിൽ നിന്നും അകന്നും ഉയർന്നും മാറി നിൽക്കാൻ സുധീഷ് ആഗ്രഹിക്കുന്നില്ല. ചിത്രകലാധ്യാപകനും പ്രസിദ്ധ ശില്പിയും ചിത്രകാരനുമായിരിക്കുമ്പോഴും ഇദ്ദേഹം കർഷക സംഘത്തിന്റെ ഭാരവാഹിയും കൂടിയാണ്.
ചിത്രം വരയിൽ അങ്ങനെ പ്രത്യേകിച്ച് പാരമ്പര്യമൊന്നുമില്ല. അപ്പം അച്ഛൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ആരും വരയ്ക്കുന്ന ആൾക്കാരൊന്നുമില്ല. അമ്മയുടെ ഒരു അനിയൻ കമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ്. ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നത് ശരിക്കും വളരെ ചെറുപ്പം മുതലേ വരയ്ക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന പ്രായം മുതൽ ഞാൻ ചുമരിലോ അല്ലെങ്കിൽ കടലാസിലോ കാണുന്ന സ്ഥലത്തൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. ചിത്രകാരനാവണമെന്ന് പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ ചിത്രമൊക്കെ പഠിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ചിത്രകാരനാവണം എന്നുള്ള താല്പര്യമൊക്കെ പോയി. ചിത്രം വരയ്ക്കാൻ പഠിക്കാൻ പോകുന്നവരെ എനിക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് ചിത്രകലയൊക്കെ പഠിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ വായന നന്നായിട്ടുണ്ടായി. ആ സമയത്ത് ഒരുപാട് ചർച്ചകൾ അതിലൊക്കെ കാര്യങ്ങൾ അറിയുക അങ്ങനത്തെ. പിന്നെ എൻ്റെ ഒരു ഏരിയ മാറി ശരിക്കും. ഞാൻ ചിത്രം വരയ്ക്കെങ്കിലും അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് സാറിന് ഇവിടെയൊക്കെ ജീവിച്ചു പോകുന്ന സാറിന് മനുഷ്യരെ പോലുള്ള ഇടപാടുകൾ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം പ്രത്യേകിച്ച് ഞാൻ ഇപ്പം കൃഷിയിലൊക്കെ കുറച്ചും കൂടി താല്പര്യം ഉണ്ട്. സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ പരിസരത്തൊക്കെ നമ്മൾ ഒരുപാട് സംഘങ്ങളായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആർട്സിലാണ് ഞാൻ ശരിക്കും ചിത്രരചന പഠനം തുടങ്ങുന്നത്. 2 വർഷത്തെ ഒരു കോഴ്സ്. അത് കഴിഞ്ഞ ശേഷം തൃശ്ശൂർ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജ് അവിടെ പിന്നെ ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കാലം ആ സമയത്ത് ഒരുപാട് സമരങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് പുറത്ത് പോകേണ്ടി വന്നു. പിന്നെ മദ്രാസിൽ കുറച്ച് കാലം റീജിയണൽ സെൻറ്ററിൽ ഗ്രാഫിക്സ് ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്ന് കുറേ ചെറിയ തോതിലുള്ളൊരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചിത്ര ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ചെറിയ ചെറിയ ഷോകൾ സംഘടിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പല ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം മൈസൂരുണ്ടായിരുന്നു. മൈസൂർ കാവ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ ഇതിൽ പിന്നെ പുസ്തകങ്ങൾ എടുക്കാൻ ലൈബ്രറി പരിശോധിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവിടെ കുറേ കാലം അവിടെ താമസിച്ച് വർക്ക് ചെയ്തിരുന്നു. പിന്നെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷം ശരിക്കും അതൊരു പിന്നെ അന്ന് ഇത്രത്തോളം ചിത്രകലാ രംഗത്തെ ഒരു ഇതൊന്നുമില്ല. എന്നുവെച്ചാൽ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആലോചനയൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പം നമ്മൾ ചിത്രം വരയ്ക്കുന്നത് തോന്നിയ പോലെ നടക്കുന്നു. അല്ലാതെ അത് സൂക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യണമെന്നുള്ള പോലും കാഴ്ചപ്പാട് വളരെ ചെറിയ രീതിയിലുള്ളായിരുന്നു. പിന്നെ തൃശ്ശൂരൊക്കെയുള്ള കുറേ സുഹൃത്തുക്കളായി ചേർന്നിട്ട് ഇടയ്ക്ക് ചില നാട്ടുമ്പുറങ്ങളിലെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, അവിടെ ഈ സ്ലൈഡ് ഷോ ചെയ്യുക. ഇതാണ് കാര്യമായിട്ടുണ്ടായിരുന്ന ഒരു പരിപാടി. അതെനിക്ക് തോന്നുന്നു അത് ശരിക്കും നല്ലൊരു കലാപഠനം തന്നെയായിരുന്നു. ഒരു കോളേജിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ശരിക്കും ആ സമയത്താണുള്ളത്. ചരിത്രകാരൻ മെനക്കെട്ടിരുന്ന് എഴുതുന്ന ഏടുകളിൽ ഒരിക്കലും സ്ഥാനം പിടിക്കാൻ ഇടയില്ലാത്തവരുടെ കഥകളാണ് എസ്.കെ. പൊറ്റക്കാട് തെരുവിന്റെ കഥയിൽ കുറിച്ചിട്ടത്. ആ കഥാപാത്രങ്ങളെല്ലാം പൊറ്റക്കാടിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു. അവരോരോരുത്തരും ജീവിതമാകുന്ന മഹാനാടകത്തിൽ അവനവന്റെ പങ്ക് നിർവഹിച്ച് അന്തർധാനം ചെയ്തു. ശവക്കുഴിയിലും പട്ടടയിലുമായി വെറും മണ്ണിൽ മറഞ്ഞുപോയ അവരെ ശില്പങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഭരണ സംവിധാനങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന യജ്ഞത്തിൽ മുഖ്യ യജമാനനാണ് കെ സുധീഷ് എന്ന ശില്പി. കോഴിക്കോട് പുതിയറയിലെ പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ തയ്യാറായി വരുന്ന ശില്പോദ്യാനത്തിൽ നഗര തെരുവുകളിൽ നിന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് അലഞ്ഞു നടന്ന കഥാപാത്രങ്ങൾക്ക് ശാശ്വത പ്രതിഷ്ഠ ലഭിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നത് അക്രലിക് കളറാണ് ക്യാൻവാസിൽ. പിന്നെ ടെറാക്കോട്ട ശില്പങ്ങൾ ചെയ്യുന്നുണ്ട്. ഓയിലാണ് ശരിക്കും എൻ്റെ മാധ്യമം. പക്ഷേ ഓയിലിപ്പം ഈ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റാത്തൊരു മീഡിയയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അക്രലിക് തന്നെയാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. എസ്കേൽ ചെയ്തിരിക്കുന്ന ശില്പം സിമെൻറ്റ് കൊണ്ടുള്ള ശില്പമാണ്. ശില്പങ്ങൾ കാര്യമായിട്ട് ചെറിയ വർക്കുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്, ടെറാക്കോട്ട വർക്കുകൾ. ചിത്രം ആണ് എൻ്റെ ഒരു മീഡിയം. ശില്പം ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ശില്പം ഭയങ്കര വെല്ലുവിളിയുള്ളൊരു മീഡിയ. അത് 3 ഡയമെൻഷനിലാണ്. പിന്നെ അത് തൊട്ട് നോക്കി അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ചിത്രകാരന്മാർക്കും ശില്പം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്. മുമ്പ് ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരുപാട് കാലത്തെ ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ ഞാൻ 2 ശില്പികളെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് രഘുനാഥൻ്റെ കൂടി, പിന്നെ ജീവൻ തോമസിൻ്റെ കൂടി കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ഞാൻ ചെയ്യുന്നത് കൊച്ചിയിൽ അക്കാദമിക്ക് വേണ്ടിയിട്ട് ഒരു കരിങ്കല്ലിൻ്റെ ശില്പമാണ്. സമകാലീനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ശ്രദ്ധിക്കാറുണ്ടെങ്കിലും അതിൽ വല്ലാതെ താല്പര്യം കൊടുക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ വഴിക്ക് ജീവിച്ചു പോകുന്ന ഒരാളാണ്. പിന്നെ ബിലാലെ പോലുള്ളതിന് അതിൻ്റെതായ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് ആൾക്കാർ അത് കാണുന്നുണ്ട്, ചിത്രകല അംഗീകരിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മളും പോയി കാണുന്നുണ്ട്. നമ്മളെ പല സുഹൃത്തുക്കളും അതിൽ സജീവമായിട്ടുണ്ട്. എനിക്ക് പൊതുവെ എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടം തന്നെ. എല്ലാ ചിത്രകാരന്മാരും മിക്കവാറും പ്രധാനപ്പെട്ട മാസ്റ്റേഴ്സൊക്കെ തന്നെ അവരോടൊക്കെ താല്പര്യം ഉണ്ട്. പക്ഷേ ചില രീതിയിൽ നമ്മൾ ഐഡിയോളജീൻ്റെ രീതിയിൽ മാത്രം ചിലപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് ചില ആളുകളെ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വരും.
പക്ഷെ അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിശാലമായിട്ടുള്ളൊരു രീതിയിൽ നമ്മളിത് കാണുമ്പോൾ പിന്നെ ഓരോ മാസ്റ്റേഴ്സിനും അവരുടേതായ സവിശേഷതകളുണ്ട്. ഇപ്പം കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, ഇപ്പം പിന്നെ KCS പണിക്കർ തുടങ്ങിയിട്ട് പത്മിനി തുടങ്ങിയുള്ള ഇവർ പോലും വളരെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റാണ്. നമ്മളെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പം ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മാസ്റ്റർ പേര് പറയും. ഇപ്പോൾ വാൻ ഗോഗ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ വാൻ ഗോഗ് ഒരു പിന്നെ ചിത്രകാരൻ്റെ അപ്പുറത്ത് വലിയൊരു ഫിലോസഫി പറഞ്ഞ ഒരാളാണ്. അത് ചിത്രകാരനെ കുറച്ചും കൂടി മാനുഷികമാക്കുകയും ചിത്രകലയ്ക്ക് പിന്നെ ഒരു ദൈക്ഷണികമായുള്ള വലിയൊരു മുഖം എന്നുവെച്ചാൽ മറ്റ് കലാരൂപങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശരിക്കും ആധുനിക കലയിൽ വാൻ ഗോഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അതൊരു വലിയൊരു ഫിഗർ തന്നെയായിരുന്നു. അപ്പോൾ പിക്കാസോ ചെയ്തതിനപ്പുറത്ത് തന്നെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ പിന്നെ ഈ കലയിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിലും പിന്നെ വലിയ സംശയങ്ങളും വലിയ ഉത്തരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന ഒരാൾ ശരിക്കും വാൻ ഗോഗാണ്. ആ രീതിയിൽ എനിക്ക് വേണമെങ്കിൽ വാൻ ഗോഗിനെ പറയാൻ പറ്റും. കലയിൽ ശൈലി എന്ന് പറയുന്നതിൽ ചെറിയ ചില അബദ്ധങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നാമത് യൂറോപ്യൻ ആർട്ടിൻ്റെ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ പിന്നെ ശൈലിയോ മറ്റു കാര്യങ്ങളോ പറയുന്നത്. ഇപ്പോൾ അവിടെ ഇംപ്രഷനിസം, പോസ്റ്റ് ഇംപ്രഷനിസം, അബ്സ്ട്രാക്ഷൻ ഇങ്ങനെ വരുന്ന പോസ്റ്റ് മോഡേണിസം വരെയുള്ള കാലഘട്ടത്തിന് ഒരു യൂറോപ്യൻ ഒരു അളവ് പോലെ വെച്ചിട്ട് നമ്മളത് സ്വീകരിക്കാറ്. പക്ഷേ ഇന്ത്യയിൽ ശരിക്കും അത്തരം ഒരു പാരമ്പര്യമൊന്നുമില്ല. വിഷ്വൽ ആർട്ടിൻ്റെ ഒരു സാധനം ഇപ്പം കൊളോണിയൽ പീരീഡോടെ മുറിഞ്ഞു പോവുകയും പിന്നീട് വളരെ ലേറ്റായിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ആ രീതിയിലുള്ള ഒരു യൂറോപ്യൻ ആർട്ടിനുണ്ടായുള്ള ഒരു വളർച്ചേൻ്റെ പരിണിത ഫലം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ആർട്ട് നമുക്ക് വരച്ച് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആളുകൾക്ക് പിന്നെ മനസ്സിലാവുന്ന ഒരു ചിത്രം വരയ്ക്കുക തന്നെയാണ് നമുക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹം. എനിക്ക് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ആളുകളുടെ ഇടയിൽ ജീവിക്കുകയും അവരെ പ്രശ്നങ്ങൾ അറിയും, അല്ലെ അവരെ കൂടെ തന്നെ അവരിൽ ഒരാളായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ അവരത് കാണണം, മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യുന്നത് വൃഥാ ഒരു പണിയാണ്. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിനേക്കാൾ നല്ല ഒരുപാട് പണികൾ ലോകത്തുള്ളതുകൊണ്ട് അത് മനസ്സിലാവുന്ന ചിത്രം വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം തോന്നിയുള്ള ഫിഗറേറ്റീവ് രീതി തന്നെയാണ്. അത് എല്ലാ കാലത്തും അത് പിന്നെ നിലനിൽക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ലോകത്തിലെ എല്ലാ സാധനവും സർക്കിൾ ചെയ്ത് വരുന്നുണ്ട്, റൗണ്ട് ചെയ്ത് വരുന്നൊരു പ്രതിഭാസം തന്നെയാണ് എല്ലാ കാര്യത്തിലും. കാരണം അതെവിടെയും പോയിട്ട് മുട്ടി അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിഗറേറ്റീവ് രീതി ഇപ്പോൾ സജീവമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഫിഗറേറ്റീവായിട്ടുള്ള രീതി ആളുകൾക്ക് കുറച്ചും കൂടി ചിത്രകലയിൽ പിന്നെ താല്പര്യം ഉണ്ടാക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അല്ലാതെ വളരെ അബ്സ്ട്രാക്റ്റായി ചിന്തിക്കാവുന്ന ഒരു ഇതിലല്ല ഞാൻ ജീവിക്കുന്നത്. കൃത്യമായിട്ട് പീടികയിൽ പോയി സാധനം വാങ്ങുകയും മീൻ വാങ്ങുകയും വീട്ടിൽ വരികയും കുട്ടികളോടെ കളിക്കുകയും പച്ചക്കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അതൊക്കെ വെച്ചിട്ട് തന്നെ ചിത്രം വരയ്ക്കാൻ പറ്റും. ചിത്രകാരന് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രതിസന്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കുന്ന പല ആളുകൾക്കും ഉള്ളത് പോലെ തന്നെ പ്രതിസന്ധിയുള്ള ചിത്രകാരനുള്ളൂ. കാരണം ഒരു മുഴുവൻ സമയ ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ അങ്ങനെ ജീവിക്കണം തീരുമാനിക്കുന്നവർ ആ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യാവുന്ന അവസരം ഇഷ്ടം പോലെ ഉണ്ട്. പല ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് ഇവിടെ. പിന്നെ അധ്യാപകരായി നിൽക്കാം, ഇല്ലസ്ട്രേഷൻ ചെയ്യുക, അങ്ങനത്തെ പല ജോലികളും ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെതായൊരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ മുഴുവൻ സമയ ചിത്രകാരൻ എനിക്കൊരിക്കലും പറ്റിയില്ല. കാരണം വെച്ചാൽ ഞാൻ 2 വർഷം മുഴുവൻ സമയ ചിത്രകാരനായി മാറിക്കഴിഞ്ഞാലും പിന്നെ എവിടെയെങ്കിലും ജോലിക്ക് പോയി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് വരെ തുടങ്ങുന്നത്. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. കുറച്ച് എല്ലാ പ്രാവശ്യം ഒരേപോലെ പോവുക, ഒരേപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കാനുള്ള എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സ് സ്കൂൾ, തൃശൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ചെന്നൈ, മൈസൂർ സർവകലാശാലകളുടെ മേഖലാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കലാപഠനം പൂർത്തിയാക്കിയ സുധീഷ് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ചിത്രശില്പരചന രംഗത്ത് സജീവമായിട്ടുണ്ട്. കൊച്ചിയിലും കോഴിക്കോട്ടും തൃശ്ശൂരും തലശ്ശേരിയിലും ചെന്നൈയിലും ഹൈദരാബാദിലും പോണ്ടിച്ചേരിയിലും ദില്ലിയിലും തിരുവനന്തപുരത്തും ചിത്രപ്രദർശനങ്ങൾ നടത്തിയും കലാ ക്യാമ്പുകളിൽ പങ്കെടുത്തും പത്രവാരികകളിൽ ചിത്രങ്ങൾ വരച്ചും വിദ്യാലയങ്ങളിൽ കലാധ്യാപകനായും തന്റെ സാന്നിധ്യം ഈ കൃഷിക്കാരൻ ഉറപ്പുവരുത്തുന്നു. ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്കൂൾ മാഷൊന്നുമല്ല, എൻ്റെ ലൈഫിൽ ഇപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വലയൊക്കെ ഉണ്ടായിരുന്നു. മീൻപിടുത്തം ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. ഈ ഏരിയയിലൊരു പിന്നെ ഭേദപ്പെട്ട മീൻപിടുത്തക്കാരൻ. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഫുട്ബോൾ കളി അപ്പോൾ സാധാരണ ഒരു ഫൈൻ ആർട്സ് കോളേജ് ചേരുമ്പോൾ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ സാധാരണ ഇത്തരം ആർട്ട് മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു കൃത്യം വഴി കൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. വായിക്കുന്നത്, അറിയുന്നത്, ചിത്രപ്രദർശനം കാണുന്നത്, അത് മാത്രം സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് അത് ഒരിക്കലും ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടില്ല. അത് പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാന്നുള്ള മനുഷ്യർ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും
നീന്തുകയാണെങ്കിൽ നീന്തുക, തെങ്ങുമ്മ കയറുകയാണെങ്കിൽ തെങ്ങുമ്മ കയറുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോലികൾ എന്ന് പറയുന്നത് പിന്നെ ഹൗസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, ലോറി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബുക്ക് ഷോപ്പ് നടത്തിയിട്ടുണ്ട്. തലശ്ശേരി ചെറിയ ബുക്സ് പറഞ്ഞിട്ടൊരു ബുക്ക് ഷോപ്പ് ഉണ്ട്, 2 വർഷം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫർണിച്ചർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പലതരം. അങ്ങനെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് നീണ്ട ചില കാലയളവിൽ സ്കൂള്, ഇപ്പം കേന്ദ്രീയ വിദ്യാലയത്തിൽ 7 വർഷം കണ്ടിരുന്നു, പിന്നെ അത് ഒഴിവാക്കി. പിന്നെ കുറേ കാലം SKയിൽ മാത്രമായിട്ട് വരച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ 2 വർഷം ആയിട്ടാണ് ഇപ്പോൾ സദ്ഭാവന വേൾഡ് സ്കൂളിൽ കയറിയുള്ളത്. പിന്നെ SK പൊറ്റക്കാട് സംസ്കാര കേന്ദ്രത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മാധ്യമ വീക്കിലിൽ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രരചനകൾ ഇന്ന് വളരെയധികം പ്രശംസമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ശൈലിയുണ്ട്. അദ്ദേഹം ചിത്രകാരൻ എന്നതോടൊപ്പം തന്നെ അദ്ദേഹം പ്രശസ്തനായ ഒരു ശില്പി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ തന്നെ SK പൊറ്റക്കാടിൻ്റെ പ്രസിദ്ധരായ കഥാപാത്രങ്ങളെ അദ്ദേഹം ഒരു ശില്പത്തിൽ കൂടെ ഇവിടെ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചിത്രകാരൻ എന്നുള്ള നിലയ്ക്കും സുധീഷ് ഒരു മുതൽക്കൂട്ടാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സ്കൂൾ മാഷ് എന്നുള്ളത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. കാരണം നമ്മളെ എപ്പോഴും റീഫ്രഷ് ചെയ്യാൻ പറ്റും. അതൊരു സ്കൂളിൽ പോയി ചെറിയ കുട്ടികളായിട്ട് ഇടപഴകുകയും ചെയ്യുന്നതോളം സുഖമുള്ളൊരു പിന്നെ ജോലി വേറെ എല്ലാം കരുതുന്ന ഒരാളെ. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂള് സദ്ഭാവന വേൾഡ് സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൃഷി പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ട് മറ്റ് സോഷ്യൽ സർവീസ് അത്തരം മേഖലകളിലൊക്കെ ഇടപെടാനുള്ള സ്പേസ് അവിടെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ആ ജോലി ഇഷ്ടപ്പെടുന്നത്. കാരണം വെച്ചാൽ അവിടെ ഒരു ബോർഡിൽ എന്തെങ്കിലും ഒന്ന് വരച്ച് കുട്ടികളെ കൊണ്ട് വരപ്പിക്കുന്ന ഒരു പദ്ധതിയല്ല. നമുക്ക് വേണമെങ്കിൽ 1 മാസം 2 മാസം 3 മാസം സിനിമ കാണിക്കുക കുട്ടികൾ തീർച്ചയായിട്ടും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ചാപ്ലിൻ്റെ കംപ്ലീറ്റ് സിനിമകളും കുട്ടികളെ കാണിച്ചു കൊടുക്കുകയത് 2ാം 3ാം ക്ലാസ്സിലെ കുട്ടികളെ. അപ്പോൾ അതുതന്നെയാണ് പഠന രീതി എന്ന് പറയുന്നത്. അത്തരം സാധനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് നമ്മളെ വലിയൊരു ക്ലാസ്സിലെ പ്രൊജക്റ്റ് തന്നെ നെൽകൃഷിയായിരുന്നു. അപ്പോൾ അത് പിന്നെ വിത്തിടുന്നത്, മുളയ്ക്കുന്നത്, അവിടെ പോയിരുന്ന് വരയ്ക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ചെറിയൊരു വട്ടത്തിലാണെങ്കിലും നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ഇപ്പം ഇടപെടാൻ പറ്റുന്ന, കുട്ടികളുടെ കൂടെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ ഒരു പുതിയ ജനറേഷനിലെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന തോന്നൽ ആ ജോലിനെ കൊണ്ടുണ്ട്. വേറെ ജോലിക്ക് എനിക്കൊന്നും അത് കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ശുദ്ധവും ഭയങ്കര ശക്തമാണത്. അത് ശരിക്കും പലപ്പോഴും നമ്മൾ കോപ്പി അടിക്കാറുണ്ട്. കുട്ടികൾ വരയ്ക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. വെച്ചാൽ വളരെ നമ്മളൊരിക്കലും ഒരു മത്സരത്തിന് വേണ്ടിയിട്ടോ അല്ല ആ രീതിയിൽ പരിശീലിപ്പിക്കാത്തൊരു അധ്യാപകനായതിനെ കൊണ്ട് പലപ്പോഴും നമുക്ക് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ചിത്രങ്ങളിലേക്ക്. ചിത്ര പ്രദർശനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ 94 മുതൽ ഞാൻ പറഞ്ഞല്ലോ നിരന്തരമായി വരച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒരു സോളോ ഷോ എന്നൊക്കെ പറയുന്നത് 3 4 ഷോ ഉള്ളൂ. അതിൽ തന്നെ 2 കോഴിക്കോട് ചെയ്തിട്ടുള്ളത്, പിന്നെ ഒന്ന് തലശ്ശേരി, ഒന്ന് കൊച്ചിയിൽ കാശി ആർട്ട് ഗാലറി ചെയ്തിട്ടുള്ള ഷോ. അതും വളരെ വർഷങ്ങളെ ഗ്യാപ്പിലാണ് ആ ഷോകളൊക്കെ നടന്നത്. 5 6 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 7 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ. പിന്നെ 1 2 സുഹൃത്തുക്കൾ ചേർന്നുള്ള 2 3 ഷോ. ഒന്ന് NV ശാന്തനായിട്ട് കൊച്ചിയിൽ, പിന്നെ ഗിൽഡ് ആർട്ട് ഗാലറിൻ്റെ ഒരു ഷോ, പിന്നെ ഒരുപാട് ഗ്രൂപ്പ് ഷോയിൽ ഒരു സമയത്ത് സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അത് ഇന്ത്യ മുഴുവൻ ഏറെക്കുറെ എല്ലാ ഗാലറികളിലും ഉണ്ടായിരുന്നു. കൃഷി എന്ന അടിസ്ഥാന സാംസ്കാരിക മേഖലയെ ചിത്രകലയുമായി സംയോജിപ്പിക്കുന്ന ബൃഹത് പദ്ധതിയിലാണ് സുധീഷ് ഇപ്പോൾ. ലോകത്തെ മുഴുവൻ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക എന്ന മുദ്രാവാക്യവുമായി നഗരപ്രാന്തത്തിൽ ആരംഭിച്ചിട്ടുള്ള സദ്ഭാവന വേൾഡ് സ്കൂളിലെ കലാധ്യാപകൻ എന്ന ജോലി തന്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് സഹായമാവുമെന്ന് പ്രത്യാശിക്കുകയാണ് അദ്ദേഹം. കുട്ടികൾ വയൽ വരമ്പുകളിൽ ഇരുന്ന് ചിത്രകല അഭ്യസിക്കുമ്പോൾ പ്രകൃതി അവരിലേക്ക് ഇറക്കുന്ന അദൃശ്യമായ വേരുകൾക്ക് ലോകത്തിലെ ഏതു വലിയ ആർട്ട് സ്കൂളിനും നൽകാൻ കഴിയാത്ത ആത്മബലം അവർക്ക് സ്വന്തമാക്കാനാവുമെന്ന് മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന ഈ കലാകാരൻ ദൃഢമായി വിശ്വസിക്കുന്നു. ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ചിത്രകാരൻ എന്നുള്ള ജീവിതത്തിനെ കുറിച്ച് എനിക്ക് തോന്നിയുള്ള ഒരു കാഴ്ചപ്പാട് കാണുന്നത്, ഞാൻ ഇതിൽ പിന്നെ മുഴുവൻ സമയം ഇരുന്ന് വരച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ശില്പം ചെയ്തിട്ടുള്ള ഒരാളല്ല. ഞാൻ പകുതി സമയം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചില്ല. ഒന്നാമത് ഞാൻ നന്നായി പാട്ട് കേൾക്കുന്ന ഒരാളാണ്. മ്യൂസിക്കിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. മ്യൂസിക്കിൻ്റെ ഏറ്റവും കൂടുതൽ, ചിത്രത്തിനെക്കാളും കൂടുതൽ എനിക്ക് താല്പര്യമുള്ള സാധനം മ്യൂസിക്കാണ്. പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി മ്യൂസിക്, വെസ്റ്റേൺ ക്ലാസിക്കൽ സാധനങ്ങൾ. പിന്നെ ഇപ്പോൾ തബല സജീവമായിട്ട് പഠിക്കുന്നുണ്ട്, തബല വായിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ചിത്രത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത്തരം സാധനങ്ങൾ ആദർശവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതൊരു വലിയൊരു സംഭവമായിട്ട് കരുതുന്നില്ല. ചിത്രം വരയ്ക്കുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഒരു ആവിഷ്കാരം അത്രമാത്രമേ കരുതുന്നുള്ളൂ. അതേപോലെ
ഒരു മണ്ണിൽ പണിയെടുക്കുന്ന ഒരാളെ ആവിഷ്കാരമായിട്ട് അയാളത് ചെയ്യുന്ന ഒരു ചെടി മുളപ്പിക്കുന്നു. അതുപോലെ അത്രയും സ്വാഭാവികമായിട്ട് കാണാനും അങ്ങനെ ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനിപ്പം. പുതിയൊരു കുറേ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്ന ഒരു 6-7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സജീവമായിട്ട് ചിത്രത്തിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട്, കുറേ ക്യാൻവാസുകൾ. അല്ലാതെ ഉള്ളത് കുറേ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആക്കുന്നതിൽ കൃഷിക്ക് വലിയ പങ്കുണ്ട്. മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ കരുത്തുണ്ടാവുന്നുണ്ട്. അതിൻ്റെ ചിത്രത്തിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴയ പോലെയുള്ള ഒരു കളറിൽ തന്നെ എനിക്ക് തന്നെ ഭയങ്കര, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അതെൻ്റെ സ്വപ്ന പദ്ധതി എന്ന് വേണം പറയാൻ പുതിയ ചിത്രങ്ങൾ. കാരണം വെച്ചാൽ അതിൽ കളറൊക്കെ തന്നെ മാറി. മണ്ണിൻ്റെ കളർ എന്താണ്, പച്ചപ്പിൻ്റെ ഒരു വേരിയേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള അത് എനിക്കിപ്പോൾ ശരിക്കും വളരെ സത്യസന്ധമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ആർട്ടിനെ എൻ്റെ ലൈഫുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നത്. മറ്റേ നമ്മൾ അറിയുന്ന ഇൻഫോർമേഷൻസും നമ്മളെ അറിവ്, മറ്റേ സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ചിത്രത്തിലേക്ക് കടക്കാറ്. ഇപ്പം പക്ഷേ അങ്ങനെ അല്ലാതെ എൻ്റെ തന്നെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചിത്രത്തിനെ മാറ്റാൻ പറ്റുമെങ്കിൽ അത് ശരിക്കും എൻ്റെ ഒരു സ്വപ്നം തന്നെ പറയാം.